ഞാൻ കുറേ വീഡിയോ കണ്ടു. സിംഗേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, മറ്റേത് ചെയ്താൽ മതി. ഒന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വലിയ എക്സ്പീരിയൻസ് സിംഗർ ആണെങ്കിലും അവൻ പാടുന്ന ഓഡിയൻസിൻ്റെ മുഖത്തെ ഫീലിംഗ് നെഗറ്റീവ് ആണെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് ലെവൽ അവിടെ തീർന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൈ കൊട്ടാനും തുള്ളാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഞാൻ ചെന്നിട്ട് അനുരാഗിണി എന്ന് പാടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരെന്നേറ്റ് ഓടും, ഇല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഇരിക്കും, ഇതെനി എപ്പോഴാണ് തീരുന്നത്, ഇത് മതി എൻ്റെ കോൺഫിഡൻസ് ലെവൽ താഴെ പോകാൻ. അതിന് പകരം ഞാൻ കൈകൊട്ടാൻ പറ്റുന്ന ലെവലുള്ള കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പാട്ട് പാടി കഴിഞ്ഞാൽ അവരുടെ മൂഡിനനുസരിച്ച് തന്നെ എനിക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് അവരുടെ മുഖത്തെ ഭാവം പോസിറ്റീവാക്കും. ആ പോസിറ്റിവിറ്റിയാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. റിലേറ്റീവ്സും ഫാമിലിയൊക്കെ കൂടുന്ന സമയത്ത് പാട്ട് പാടേണ്ടി വന്നിട്ടില്ലാത്ത സിംഗേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. സംഭവിക്കുന്നത് എന്തുവാ, ഫോൺ എടുത്ത് സർഫ് ചെയ്ത് ഏത് പാട്ട് പാടും, ഞാൻ പാടുന്ന പാട്ട് അവർക്ക് ഇഷ്ടപ്പെടുമോ, ആരോടൊക്കെ ചോദിക്കുന്നു, എവിടേക്കോ പോയി ചോദിക്കുന്നു ഞാൻ ഏത് പാട്ട് പാടണം. അവിടെ നമ്മുടെ ടെൻഷൻ കൂടി അവസാനം കോൺഫിഡൻസ് ലെവൽ താഴെ പോയിട്ട് അവസാനം എങ്ങനെയൊക്കെയോ ഒരു പാട്ട് പാടി അവിടെ നിന്ന് രക്ഷപ്പെടാറാണ് പതിവ്. നിങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റ് റെഡിയാക്കി വെക്ക്. ഇന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണെങ്കിൽ ഞാൻ ഈ ലെവൽ പാട്ടുകൾ പാടും, ഇന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണെങ്കിൽ ഈ ലെവൽ പാട്ടുകൾ പാടും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നിങ്ങളൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ പറക്കും.